ഹായ്, നമ്മൾ ഇന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ലൊരു ടേസ്റ്റി വെജിറ്റബിൾ കുറുമയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇത്രയും വെജിറ്റബിൾ മതി ഇതിൻ്റെ അകത്തേക്ക്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേവിക്കണമെങ്കിൽ കുക്കറിലിട്ട് അത് വേവിക്കുക. ബാക്കിയുള്ള ഈ ക്യാരറ്റും ബീൻസും പച്ചമുളകും കൂടെ നമുക്ക് ഒരുമിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂടുവെള്ളമാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അല്ല, പച്ചവെള്ളം ഒഴിച്ച് വേവിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വേവിച്ച് എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് കലങ്ങി പോകരുത് കേട്ടോ. ഇതിനെല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതായത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് കേട്ടോ. ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങയാണ്. ആ തേങ്ങ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാലല്ല, നമ്മൾ തേങ്ങ അതേപോലെ അരച്ചാണ് ചേർക്കുന്നത്. തിളപ്പിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കത്തേക്കിനും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി റെഡിയാണ്. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള പണി താളിച്ച് ചേർക്കുക എന്നുള്ളതാണ്. താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താളിപ്പിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഈ കറിക്കകത്തേക്ക് ചേർക്കുക. ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പർ വെജിറ്റബിൾ കുറുമയില്ലേ, ഇടിയപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ കാണാം. ബൈ.